രോഗി ചാവാൻ പോകുമ്പോഴത്തേക്ക് ആശുപത്രി പോകണമെന്നല്ലാതെ അവര് വീക്കെൻഡ്സ് കാര്യങ്ങൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് എടുക്കാൻ പറ്റുമോ? അവൻ രക്ഷപ്പെടണമെന്നേ നോക്കാൻ പറ്റുള്ളൂ. എന്റെ സംരക്ഷണമല്ലേ ഞാൻ നോക്കുള്ളൂ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. എന്താണ് ആരോഗ്യ മേഖലയ്ക്ക് സംഭവിക്കുന്നത്? നമസ്കാരം, ഞാൻ നിങ്ങളുടെ CB ശരവണൻ, വിന്റർ ഹെവൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളുടെ നേർക്കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ആ വിവരം യൂറോളജി വിഭാഗത്തിൻ്റെ തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന 3 നില കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുകയുണ്ടായി. പക്ഷേ ആരും അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ ഓടിയെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും പച്ച കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന ഉടനെ അവർ പറഞ്ഞു, ഇത് മാസങ്ങളായി പ്രവർത്തിക്കാതെ നടന്ന കെട്ടിടമാണ്, അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, അതിലേക്ക് ആൾപ്പാർപ്പില്ല, ആളുകൾക്ക് ആ വാർഡിലേക്ക് പോകാൻ പറ്റില്ല. ആരോഗ്യ മേഖലയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? സർക്കാരിന്റെ എല്ലാ കെട്ടിടങ്ങളും പറഞ്ഞതിനകത്ത് ഇടിഞ്ഞു വീഴാതിരിക്കാണ്. പ്രധാന അതിലൊന്ന് മെഡിക്കൽ കോളേജാണ്. വളരെ സൂക്ഷിക്കേണ്ടതാണ്. 150 പഴക്കം വരുമെന്നാണ് എൻ്റെ ഒരു അറിവിൽ തോന്നുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിന്റെ മുകളിലെ. അപ്പൊ അതിന്റെ 10ാമത്തെ നിലയിലൊക്കെ ഉള്ള ആളുകൾ അബോധാവസ്ഥയിലൊക്കെ കോമ സ്റ്റേജിലൊക്കെ കിടക്കുന്നവരെല്ലാം താഴെ വരുമെന്നാണ്. അതെങ്ങനെ അവർക്ക് അറിയാൻ പറ്റുമോ? ഞാൻ കോമാവസ്ഥ കിടക്കണം, ഇത് എപ്പോഴും വീഴുമെന്ന് അവർക്കും പറയാൻ പറ്റൂല. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ മിന്നടയ്ക്കും പോലെ വരുന്ന കാര്യങ്ങളല്ലേ. അതിനു മുമ്പ് ആരും ഇതൊന്നും കണ്ടെത്തുന്നൊന്നുമില്ല. ഈ കെട്ടിടങ്ങൾ ഇന്നെല്ലാം പറയുകയുണ്ടായി. പക്ഷേ അവരവിടെ പുറത്തുനിന്ന് പത്രമാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്ന സമയത്തും അവിടെ കോൺക്രീറ്റിനടിയിൽ, കല്ലുകൾക്കടിയിൽ ഒരു ജീവന് വേണ്ടി 52 വയസ്സുള്ള ആ ഒരു വീട്ടമ്മ, അവർ ഒരല്പം നേരത്തെ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു വരുന്നുവെങ്കിൽ അവരുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അവിടെ ഓടിയെത്തിയ മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അവരെ പറ്റിക്കാൻ ശ്രമിച്ചു. ആരോഗ്യ കേരളം, സുന്ദര കേരളം, ഇന്ത്യയിലെ മികച്ച ഒരു ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലെന്ന് പറയുമ്പോഴും ഇവിടുത്തെ ആരോഗ്യ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ പരസ്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ PR വർക്കുകൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ജനങ്ങളിൽ 80% പേരും ചിന്താശേഷിയുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്. ബാക്കി 20% വരുന്ന കൂലിപ്പണിക്കാരും സാധാരണക്കാരും പാവപ്പെട്ടവരും. അവർ ചിലപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടില്ല എന്ന് വരും, അവർ ചിലപ്പോൾ പ്രതികരിച്ചില്ല എന്ന് വരും. പക്ഷേ 80% പേരും പ്രതികരിക്കുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2019 കോവിഡ് വരുമ്പോൾ, ആ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയ ചില ഓളങ്ങൾ, ചൂരൽമല ദുരിതബാധിതർക്ക് 800 കോടി രൂപ അവിടുത്തെ ജനങ്ങൾ പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ആ പൈസ എവിടെ പോയി? ആ ഫണ്ട് എവിടെ പോയി? അതിനെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല. ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ടുകൾ എവിടെ പോയി? ജനങ്ങൾ അവിടെ OP ടിക്കറ്റ് എടുത്ത് ചികിത്സയ്ക്ക് വന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ പിരിച്ചിട്ടാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സൂചിയും നൂലും വാങ്ങാൻ കാശ് കൊടുത്തത്. ആരോഗ്യ കേരളം എങ്ങോട്ട് പോയി? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ ഇവരോട് ചോദിച്ചതാണ്, കണ്ടെയ്നർ ടെർമിനലിലുള്ള അവിടെ നിന്ന് കൊടുത്ത 1000 കോടി രൂപ എവിടെ എന്ന് ചോദിച്ചു. കണ്ടെയ്നർ ടെർമിനലിൻ്റെ പ്രവർത്തനങ്ങൾ ഏതുവരെയായി എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രി കൈമലർത്തിയത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇനി 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് തരില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി പോയിരിക്കുന്നത്. കാരണം കൊടുക്കുന്ന കാശ് അതിനുവേണ്ടി ചെലവാക്കാൻ അറിയില്ല. കൊള്ളയടിക്കുന്നതൊക്കെ കൊള്ളാം, സാധാരണക്കാരെ കൊല വിളിക്കുന്ന തരത്തിലേക്ക് കൊള്ളയടിക്കാതിരിക്കാൻ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കൊള്ളയടിച്ചോളൂ, ആഡംബര വാഹനങ്ങൾ വാങ്ങിച്ചോളൂ, ജീവിതം സുഖിച്ചോളൂ. പക്ഷേ സാധാരണക്കാരെ കൊല്ലാക്കൊല ചെയ്തിട്ട് ആവരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും. മുൻകാലങ്ങളിൽ UDF ഇവിടെ ഭരിച്ചിരുന്നു, അതിനുശേഷം LDF 2 തവണ ഇപ്പോൾ ഭരിച്ചു. മാറിയും തിരിഞ്ഞുമാണ് ഭരണം മാറി വന്നാലേ സാധാരണ നിലയ്ക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അന്ന് ഈ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും, ഈ കപ്പൽ ആടി ഉലയുകളിൽ ഇല്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ കപ്പിത്താൻ എങ്ങനെ വന്നു എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം അറിയാം. പാവപ്പെട്ട ബഹുമാനപ്പെട്ട VS
രോഗശയ്യയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തോടുള്ള ആ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാം നേരിൽ കണ്ടതാണ്, എങ്ങനെയാണ് കപ്പിത്താൻ ഉണ്ടായെന്നൊക്കെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോഗ്യ മേഖലയെ തകർക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ PR വർക്കുകൾ കള്ളം പറയരുത്. നിങ്ങൾ പറയുന്ന കള്ളം കേട്ട് ന്യായീകരിക്കാൻ സഹാക്കളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. സഹാക്കൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ന്യായീകരിക്കരുത്. സഹാക്കളുടെ കുടുംബത്തിൽ ആരെങ്കിലും തന്നെ ഈ മെഡിക്കൽ കോളേജുകളിൽ പോവുകയാണോ എങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വന്ന് ഭവിക്കട്ടെ, അന്നേ നിങ്ങൾ എന്ത് ചെയ്യൂ, ഇത് പഠിക്കുകയുള്ളൂ. അന്നേ നിങ്ങൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇനി നിങ്ങൾ ആശുപത്രി പോകുള്ളല്ലേ? അതിപ്പോ ആരെങ്കിലും ഒരു രോഗി ചാവാൻ പോകുമ്പോഴത്തേക്ക് ആശുപത്രി പോകണമെന്നല്ലാതെ അവര് വീക്കെൻഡ്സ് കാര്യങ്ങൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് എടുക്കാൻ പറ്റുമോ? അവൻ രക്ഷപ്പെടണമെന്നേ നോക്കാൻ പറ്റുള്ളൂ. എന്റെ സംരക്ഷണമല്ലേ ഞാൻ നോക്കുള്ളൂ. കൃഷിക്കാർക്ക് അവരെ കൈയിട്ട് വരാൻ നോക്കും, ജനങ്ങളെ അവരെ കഷ്ടപ്പാട് നോക്കും. ഞാൻ ഇറങ്ങിപ്പോയാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ ആരും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിനൊരാൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നിങ്ങളിത് പഠിക്കൂ. അല്ലാതെ നിങ്ങളാരും ന്യായീകരണ തൊഴിലാളികൾ ഇതാരും മനസ്സിലാക്കണമെന്നില്ല. എന്തായാലും ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ന്യായീകരിച്ചുകൊണ്ട് ജീവൻ വെച്ച് വിലപേശരുത്. ഈ സത്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഹാരിസ് ഹസൻ, അദ്ദേഹം 2 വീലറിൽ മാത്രമാണ് അദ്ദേഹം യാത്ര ചെയ്തത്. 2 വീലറിൽ യാത്ര ചെയ്ത് ഇതുപോലെ ഹോസ്പിറ്റലിൽ വരുന്നു, രോഗികളെ നോക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഏറ്റവും നല്ല സത്യസന്ധനായ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ വാക്കിനകത്തൊരു ചതിയിരിപ്പുണ്ടെന്ന് നമുക്കറിയാം. BS-നോട് കാണിച്ച ചതി ഇരിപ്പുണ്ടെന്ന് നമുക്കറിയാം. ഹാരിസ് ചിറക്കൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അദ്ദേഹത്തെ. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഹാരിസ് ചിറക്കൽ പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ജോലിയുണ്ട്, അങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് നിങ്ങളെ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അർത്ഥം എവിടെ വരെ പോകുന്നതാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ബഹുമാനപ്പെട്ട ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പാർട്ടിക്കാർ മാത്രം പ്രതികരിച്ചാൽ പോരാ, ജനങ്ങൾ ഉൾപ്പെടെ പ്രതികരിക്കണം. അത് LDF ആയാലും UDF ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. തെറ്റ് കാണിച്ചാൽ നമ്മൾ പ്രതികരിക്കും. അവിടെ രാഷ്ട്രീയമില്ല, നമ്മൾ പ്രതികരിക്കും. ഇത് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ നടന്നതുപോലെ ഏറ്റവും വലിയ ധാർഷ്ട്യം, ഏറ്റവും വലിയ ഒരു അപകടം നടന്നിട്ടും അവിടെ വന്ന മന്ത്രിമാർ എന്താ പറയുക, പൊതുജനത്തിൻ്റെ മുമ്പിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ അവിടെ ഒന്നും നടന്നിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, പഴയ കെട്ടിടമായിരുന്നു, അടച്ചിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രതീതി ഉണ്ടാക്കിയാലും ജനങ്ങൾക്കെല്ലാം അറിയാം മിസ്റ്റർ മിനിസ്റ്റേഴ്സ്, ജനങ്ങൾക്കെല്ലാം അറിയാം. ദയവ് ചെയ്ത് മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്. പറയാൻ ഒരുപാടുണ്ട്. അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.